നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് പാർട്ടിൽ ഐ ഹോപ്പ് യു റിമെമ്പർ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലാസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയായിരുന്നു? കാർബൺ എന്താണ്, അതിന്റെ അലോട്രോപ്സ് എന്താണ്, കാർബണിൽ എപ്പോഴും നിങ്ങൾക്ക് ചോദ്യം വരുന്നത് കാർബണിന്റെ ടെട്രാവാലൻസി ആൻഡ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ ഹോമോലോഗസ് സീരീസ്, കാർബൺ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും അവര് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്ന ഹൈഡ്രോ കാർബണുകളെയും കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നൗ വി വിൽ മൂവ് ടുവേർഡ്സ് എ സെക്കൻഡ് പാർട്ട് വിച്ച് ഈസ് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോമൻക്ലേച്ചർ, ഐസോമറിസം ആൻഡ് സം റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. നേരത്തെ നമ്മൾ ലാസ്റ്റ് സെഷന് നിർത്തിവെച്ചിരുന്നത് IUPAC നോമൻക്ലേച്ചർ ആയിരുന്നു. അതില് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ എത്രയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? പറഞ്ഞേ, 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. യു ഹാവ് ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻസ്. ഇത് മാത്രമല്ല, വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബോണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അവരെന്താ വിളിക്കുക? ദേ ആർ ആൽക്കെയിൻസ്. ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവരെ വിളിക്കുക? ഡബിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കീനുകളെന്നും ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കൈനുകളെന്നും. സോ നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യം ആൽക്കൈനുകളും ആൽക്കീനുകളും ആൽക്കൈനുകളുടെയും ഫോർമുല എഴുതാനായിരിക്കും. സി ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ചോദിക്കുകയാണ് മീഥെയിൻ കഴിഞ്ഞാൽ അടുത്ത 2 പേര് ആരൊക്കെയാണെന്ന് ചോദിക്കാം. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫൈനൽ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. സോ ഓരോരുത്തരുടെയും ഫോർമുല, റെപ്രസെന്റേറ്റീവ് ഫോർമുല പഠിക്കുക നിർബന്ധമാണ്. ആൽക്കെയിനിന്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞേ? ഇറ്റ് ഈസ് CnH2n+2. N എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് CH4 മീഥെയിൻ കിട്ടും. ശരിയല്ലേ? ആൽക്കീൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫോർമുല പറഞ്ഞേ CnH2n. ഇവിടെ N എന്ന് പറയുന്നത് എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ഓൺവേർഡ്സ് ആണ്. ഒരിക്കലും ഡബിൾ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കാർബണുകൾ വേണ്ടേ? കാർബൺ കാർബണിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാവണമെങ്കിലും മിനിമം നമുക്ക് 2 കാർബണുകൾ വേണം. അപ്പൊ ആൽക്കെയിനിന് മാത്രമാണ് സിംഗിൾ ഓൺലി കാർബൺ ആയാലും കുഴപ്പമില്ല. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മെത്ത്. Whereas for alkene and alkyne നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എത്തിൽ നിന്നായിരിക്കും. അപ്പോ ആൽക്കീനിൽ 3-ാമത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ ആരാ? ഈഥീൻ, പ്രൊപ്പീൻ ആൻഡ് ബ്യൂട്ടീൻ. ബ്യൂട്ടീൻ ആണ് ആൽക്കീനുകളിൽ 3-ാമത്തെ ആള്. പക്ഷെ ആൽക്കെയിനിൽ 3-ാമത്തെ ആൾ ആരാണെന്ന് പറഞ്ഞേ? മീഥേൻ, ഈഥേൻ, പ്രൊപ്പെയിൻ. ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? സോ ഫോർമുല എഴുതുന്ന ഒരു ചോദ്യം എന്തായാലും നമുക്ക് ഉണ്ടാവും. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്നവരെ അൺസാച്ചുറേറ്റഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇവരുടെ ready of course Pranam. So consider there are 3 types of compounds, namely alkane, alkene and alkynes. So know the formula of each compound because the question will be to find the third member of some homologous series. But last class we already explained what a homologous series is, because they will have a similar representative formula or a general formula will be there. ആ general formula ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. So now let us move to the nomenclature. Nomenclatureലേക്ക് വരുമ്പോൾ know that if it is alkane, your name should end with ane. Double bond ആണെങ്കിൽ it is alkene, so that the name should end with ene. And if it is a triple bonded system, your name should end with ine. So this is the primary rule. And word root എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. What is word root? Word root simply indicates number of carbon. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡീറ്റെയിലേക്ക് നമ്മൾ വരാം. Anyway, let us see how the namings are done. NCERT textbookil see the table is given, and if you have only 1 carbon, we call it as meth. 1 carbon is indicated by the word root meth, and there is ane because you have only single bonds, so that this gives you methane. Shariyale? Now consider this compound where there are 2 carbon. 2 കാർബണുകൾ വന്നു കഴിഞ്ഞാൽ your word root should be eth with the ane, so it is written as ethane. Whereas the next contains 3 carbon and the word root is prop. Propന്റെ കൂടെ ane കൂടി വന്നാൽ എങ്ങനെ എഴുതും? It is propane. ശരിയല്ലേ? Are you getting it? And now consider another compound.
where there are 2 carbon. So your 2 carbon should be represented by word root eth. But the 10 carbons in the word root I'll be giving you now. Now listen, if it is eth and there is a double bond, you indicate it by ene. So the name is ethene. Now consider the next compound where there are 3 carbon and 1 carbon-carbon bond is observed to be a double bond. So obviously this is an alkene. Alkene aanennu manasilayille. 3 carbon is represented by the word root prop. And as it is an ene, the name is propene. This is how you are going to name the system. Consider another example. Here there are 2 carbon. What is the name? It is eth. And there is a triple bond. So this is ethine. This is ethine. Now there is 3 carbon and there is a triple bond. 3 carbon propane, triple bond ine. So this is propyne. 1, 2, 3, 4, 4 carbon is represented by bute. A triple bond is represented by ine. So the name is butyne. Nomenclature in the exam question guaranteed. We have alkanes and the names of alkanes are methane, ethane, propane, butane, pentane, hexane, etc. So we are going to see the proper nomenclature. Like what are the rules for naming? Nomenclature the rules are see. I consider CH3. It is ethane. If one hydrogen is replaced by a chlorine, let us see such a compound. You understand there are only 2 carbon. Obviously the name should be eth. And there is only single bond between carbon-carbon. That's only the ene. But some other hetero atom is present. Chlorine, which is a stranger to us, right, is present. How will you name it? This is whenever a compound is given, count the number of carbon and understand what should be the word root. Word root, if you have 1 carbon, it is meth, 2 carbon, eth, then 3, 4, 5 prop, bute, pent, hex, hept, oct, non, dec. This word root what is word root? Word root represents number of carbon. 1, 2, 3, 4. What should be your word root for this? There are 4 carbon. Therefore it should be bute. Whereas in the second, 1, 2, 3, 4, 5, 6, there are 6 carbon. A long chain 6 carbons are present. So 6 carbon is given by hex. 1, 2, 3, 4, 5, 6, 7, 8, 9. There are 9 carbons bonded to form a chain and 9 carbon is indicated by non. Easy. But see the carbons continuous bonded. But let us see another carbon. See, there are 4 carbon in the chain. Let us consider another long chain and count the carbon 1, 2, 3, 4, 5. But the first carbon in mele, some additional thing are also present, right? Let us say this is chlorine. Additional compound first position chlorine it is mandatory to indicate such substituents. Substituent ready? Hydrogen substitute so we call them as substituent. Substituent in the position. See, for example, 5 students are there and there is 1 balloon with one of the student. So numbering of the student who is carrying the balloon is very important. It is the first student. And now comes the confusion. Number. So you people are 5 and
ഏറ്റവും ഫസ്റ്റുള്ള കുട്ടിക്ക് ഒരു ബലൂൺ ഉണ്ട്. ആൻഡ് കൺസിഡർ ഹിയർ, ഹൗ വിൽ യു കൗണ്ട് ഇറ്റ്? ഒന്നുകിൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ കയ്യിൽ ബലൂൺ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 1 2 3 4 5 ഇഫ് യു ആർ കൗണ്ടിങ് ഫ്രം ദിസ് സൈഡ് ഫിഫ്ത്ത് സ്റ്റുഡന്റിനാണ് ബലൂൺ ഉള്ളത്. ഹൗ വിൽ യു അവോയ്ഡ് ദിസ് കൺഫ്യൂഷൻ? കാരണം ഇപ്പം ലെറ്റ് us say ഷിഫ നെയിം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല സോയ നെയിം ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മേ ബി യു സ്റ്റാർട്ട് ഫ്രം ദിസ് സൈഡ് ആൻഡ് ദി അതർ പേഴ്സൺ സ്റ്റാർട്ട് ഫ്രം ദി അതർ സൈഡ്. അങ്ങനെ രണ്ട് വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് IUPAC strictly suggest you follow minimum numbering. Minimum numbering. So what should be the number? It should be 1 chloro. It should not be 5 chloro. When you have both possibility, you follow minimum numbering. Minimum numbering നമ്മൾ follow ചെയ്തു. So there is 1 chloro because chlorine or balloon is on the first student. Let us see for the next case 1 2 3 4 5 and there is a cap for the middle student. ഇത് ക്ലോറിൻ തന്നെ ആവണമെന്നില്ല. This is another substituent. Let us say capനെ ഞാൻ bromine എന്ന് വിളിച്ചു. Now give the position of bromine or give the position of cap. 1 2 3 4 5 or 1 2 3 4 5. Numbering from any side gives you the same number to the substituent, right? എവിടുന്ന് നമ്പറിംഗ് ചെയ്താലും നിങ്ങൾക്ക് ക്യാപ്പിന് സെയിം നമ്പറിംഗ് അല്ലേ? So this will be 3 bromo. Let us say if cap is bromine, you call it as 3 bromo. അപ്പോൾ നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂവന്റുകളെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി പ്രിഫിക്സ് എന്നാണ്. ഒരിക്കലും യു ഡു നോട്ട് നീഡ് ടു റൈറ്റ് സെക്കൻഡറി പ്രിഫിക്സ് ഇൻ യുവർ എക്സാം പേപ്പർ. സെക്കൻഡറി പ്രിഫിക്സ് എന്താ നല്ല ചോദ്യം. ക്വസ്റ്റ്യൻ വിൽ ബി ടു നെയിം ദി കോമ്പൗണ്ട്. സോ നോ ദാറ്റ് സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂവൻസിനെയാണ്. വി നീഡ് ടു നോ ഓൺലി 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വിച്ച് ആർ ക്ലോറോ ആൻഡ് ബ്രോമോ. ക്ലോറോ ബ്രോമോ ആണ്. ഇഫ് അയോഡിൻ ഈസ് പ്രസന്റ് then it is iodo. If a methyl group is present, CH3 group is present, then it is methyl. Know the substituents. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലോറോ ആൻഡ് ബ്രോമോ. സെക്കൻഡറി പ്രിഫിക്സിന്റെ പേര് പഠിച്ചില്ലേ? റെഡി. സോ സെക്കൻഡറി പ്രിഫിക്സിന്റെ നെയിമിങ് നമുക്ക് ക്ലിയർ ആയി. ആൻഡ് ദെൻ യു ഹാവ് എ പ്രൈമറി പ്രിഫിക്സ്. യു നോ പ്രൈമറി പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വൺസ് എ കോമ്പൗണ്ട് ഈസ് ഗിവൺ, സി CH3 CH2 CH2 CH3. When a compound is given, you will have to check whether the compound is cyclic or not. Whether the compound is cyclic or not. So you understand first compound and the cyclic alle, cycle ആണ്. Second compound is not cyclic. അപ്പോൾ ഒരു കോമ്പൗണ്ട് സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ എന്ന് കൂടി വിളിക്കണം, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. സി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് സൈക്ലിക്, റൈറ്റ്? ഇവിടെ നിങ്ങൾ നോക്കിയേ, 1 2 3 4 5 6 there are 6 carbon forming a cycle. 6 carbon hex അല്ലേ? So this is cyclohexane. വെറുതെ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കൂലേ? ഈ ഹെക്സൈൻ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും CH3 CH2 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 CH3. ദാറ്റ് ഈസ് നോട്ട് ദി കോമ്പൗണ്ട് ഗിവൺ. ഇറ്റ് ഈസ് സൈക്ലിക്. അതുകൊണ്ട് സൈക്ലിക് ആണെങ്കിൽ നമ്മൾ സൈക്ലോ എന്ന വാക്കുകൂടി യൂസ് ചെയ്യും. റെഡി? ഓക്കെ. പ്രൈമറി സഫിക്സ് എന്താണെന്നൊന്നും അറിയണ്ട, ബട്ട് പ്രൈമറി സഫിക്സ് ഇൻഡിക്കേറ്റ്സ് ദി ടെയിൽ. നമ്മുടെ വാല് അവസാനം എന്താ ചേർക്കണ്ടേന്ന് പറയില്ലേ? ഇറ്റ് ഗിവ്സ് യു എൻ ഐഡിയ അബൌട്ട് സാച്ചുറേഷൻ ഓർ അൺസാച്ചുറേഷൻ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഓൺലി ആണ്. സിംഗിൾ ബോണ്ടുകൾ മാത്രമാണെങ്കിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഓൺലി ആണെങ്കിൽ എയിനിൽ അവസാനിക്കും. ഡബിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ഈന് നമ്മൾ കൊടുക്കും. ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ ഐന് കൊടുക്കും. സോ നോർമലി ദാറ്റ് ഈസ് ഹൗ സം നെയിം എൻഡ്സ് ഐദർ വിത്ത് എയിൻ, ഈൻ ഓർ ഐൻ, റൈറ്റ്? ഇതെല്ലാം ക്ലിയർ ആണോ? സെക്കൻഡറി പ്രിഫിക്സ് ക്ലോറോ ബ്രോമോ, പ്രൈമറി പ്രിഫിക്സ് സൈക്ലോ, വേർഡ് റൂട്ട് കാർബണിന്റെ നമ്പേഴ്സ്, പ്രൈമറി സഫിക്സ് എയിൻ, ഈൻ ഓർ ഐൻ. ഇത്രയും അറിഞ്ഞാൽ ദിസ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു നെയിം. നെയിമിങ്ങിന്റെ ഓർഡർ എന്താ? വേർഡ് റൂട്ടിന്റെ ഫ്രണ്ടിലിരിക്കുന്നവരെ പ്രിഫിക്സ് എന്നല്ലേ വിളിക്കുക, ബാക്കിലിരിക്കുന്നവരെ സഫിക്സ് എന്ന് വിളിക്കുക. സോ ദർ ആർ പ്രിഫിക്സ് എന്താ? ഏറ്റവും അടുത്തുള്ളത് പ്രൈമറി പ്രിഫിക്സ്, അത് കഴിഞ്ഞുള്ളത് സെക്കൻഡറി പ്രിഫിക്സ്, ഏറ്റവും അടുത്തുള്ളത് പ്രൈമറി സഫിക്സ്. റെഡി? സോ ദിസ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു നെയിം ഇറ്റ്. Let us see a few examples. ഇങ്ങനെ തന്നെ ചെയ്യണേ. What is the name of this compound? CH4.
CH4 is one carbon system with 4 hydrogen. So this is meth plus ane. This is your methane. Methane എളുപ്പത്തിൽ എഴുതാലോ. What about next? അപ്പോൾ നിങ്ങൾ നോക്കുക, നോർമൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അടുത്ത ഏതാ? There are 2 carbon. This is ethane. Substituent വേറെ ഒന്നും ഇല്ലല്ലോ. Single bond only ആണ്. What is next? Yes, Khadija. It is propane. There are 3 carbon. What about the next? It is butane. അപ്പോൾ ഇത് homologous series ആണ്. See, what is the difference between the homologous series? Nearest neighbors will have a difference of CH2, right? CH2 യുടെ difference വരുന്നവരാ. That is an important question for your exam. Is it homologous series? Why? അപ്പോൾ നിങ്ങൾ പറയണം yes, they are belonging to the same homologous series because each members are having a difference of CH2. Ready? Clear? Let us go for this naming. Okay. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കുന്നവരെ നമുക്ക് നമ്പർ ചെയ്യാം. 1, 2, 3 ഇതല്ലേ കണ്ടിന്യൂസ് നമ്പറിങ്. റെഡി? സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് 2 കാർബണിന് മേലെ സം സ്പെഷ്യൽ തിങ്സ് ആർ ദെയർ. സെക്കൻഡ് കാർബണിന് മേലെ ആരോ ഉണ്ട്. ഹു ഈസ് ദാറ്റ്? മീഥൈലാണ്. നൗ ഹൗ വിൽ യു നെയിം ഇറ്റ്? ശ്രദ്ധിക്കണേ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. സെക്കൻഡറി പ്രിഫിക്സ് ഇതിലെന്താ? സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവന്റുകളാണ്. ഡു യു ഹാവ് എനി സബ്സ്റ്റിറ്റ്യൂവന്റ്? യെസ്, ബലൂൺ ഉണ്ട്. ബലൂണിന്റെ പേരെന്താ? മീഥൈൽ. ഏത് കാർബണില? സെക്കൻഡ് കാർബണിലാണ്. പൊസിഷൻ ആരാ ബലൂൺ പിടിച്ചതെന്ന് നിർബന്ധമായിട്ട് പറയണേ. ഇറ്റ് ഈസ് ഓൺ ദി സെക്കൻഡ് കാർബൺ. ദിസ് ഈസ് 2-methyl. നൗ സീ പ്രൈമറി പ്രിഫിക്സ്. പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് ആണോ അല്ലയോ എന്നല്ലേ നമുക്ക് പറഞ്ഞു തരാ. ഈസ് ഇറ്റ് സൈക്ലിക്? നോ. സോ ദർ ഇസ് നോ പ്രൈമറി പ്രിഫിക്സ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് സൈക്ലിക്. സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ കൊടുത്താൽ മതി. ദർ ഇസ് നോ സൈക്ലിക് സിസ്റ്റം. നൗ ലെറ്റ് us consider the word root. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കാർബൺ എടുത്താൽ there are 3 കാർബൺ. നാലാമത്തെ കാർബൺ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്, ബലൂൺ ആണ്. There are 3 കാർബൺ, so that gives you prop. Very good. Primary suffix. Primary suffix പറയുന്നത് whether it is ane, ene or ine. You understand this is ane because there is only single bond. So finally the name is 2-methyl propane. Very good Astropata. The naming is 2-methyl propane. Is that clear? ഈ naming clear ആണോ? അപ്പോൾ എപ്പോഴും naming should follow the order. Secondary prefix comes first, then primary prefix, then word root which is the continuous carbon number, then primary suffix. Is that clear? Okay, now tell me, ഇത് clear ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കോമ്പൗണ്ടിന്റെ നോമൻക്ലേച്ചർ എന്താ ഷിഫ പറഞ്ഞേ? Everybody you should try. Wrong ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. We'll rectify. That's it. See, it is very common to make mistakes. There is no problem at all. ഇതിന്റെ naming. Guess the name. Let us see. Just see secondary prefix. Do you have any secondary prefix? So when you consider this carbon, there is a balloon. Obviously the balloon is the secondary prefix. That is a substituent. Secondary prefix is substituent. No. അപ്പോൾ അതിന്റെ നമ്പർ പറ. How will you number? 1, 2, 3, 4. Is it on the second carbon? Or 1, 2, 3, 4. Is it on the third carbon? Second, third. Minimum numbering. So I will go like this. On the second carbon, you have a methyl group. Now, what is a primary prefix here? Is it cyclic? No, right? It is not cyclic. So there is no primary prefix. Now, what about the word root? There are 4 carbon continuously bonded. 5th one is a substituent. No need to count it. 4 carbon ആണ്, so that gives you bute. What is the primary suffix? Is it ane, ene or ine? Carbon, carbon single bond മാത്രമല്ലേ? So your name is 2-methyl butane. Very good. 2-methyl butane. That is the name. വളരെ എളുപ്പമല്ലേ? Easy അല്ലേ? One more such question. Give the name. ഇതിന്റെ പേര് എങ്ങനെയാ പറയാം? Ready? So this is your long carbon chain. There is a balloon. What is the number of this balloon? 1, 2, 3. On the third carbon, you have a balloon.
So secondary prefix is 3-methyl. On the third carbon you have methyl group. Now primary prefix you don't have any because this is not cyclic. Now word root 7 carbon ആണ്, it is hept. What is primary suffix? Ain, ene or ine? This is ain because you have only single bond. So this is 3-methyl heptane. You got it. 3-methyl heptane. Very easy. Very good. Very good. Very good. Very good. Okay. Now let us see. Very good. Very good. Okay, we'll come to this later. അതിനു മുന്നേ നമുക്ക് ഇത് ചെയ്യാം. മറ്റേത് നമ്മൾ ലാസ്റ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. Let us see this system. What is the name? What is the name? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, CH2 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 ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. അതിന് മേലെ ബലൂണുകളൊന്നും ഇല്ല. ഹൈഡ്രജൻ വിൽ ബി കാർബണിന്റെ കൂടെ ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യേണ്ട. ഹൈഡ്രജൻ അല്ലാത്ത ആളുണ്ടോ നോക്കിയാൽ മതി. So what is your secondary prefix? Do you have any balloon or substituents? No. What is your primary prefix? Is it cyclic or not? It is cyclic, no. So cyclo enna vaakku nammal use cheyanam. What is the word root? How many carbons are there in the cycle? 1 2 3 4 5 6 6 carbon aanu. So what is your name? It is hex, right? Ade. Primary suffix. കാർബണുകൾ തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് മാത്രമാണോ? യെസ്. സോ ദാറ്റ് ഷുഡ് ബി എയ്ൻ. അപ്പൊ ഇതിന്റെ പേരെന്താണെന്നോ? സൈക്ലോഹെക്സെയിൻ. ദാറ്റ് ഈസ് എ നെയിം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നൗ ദ നെക്സ്റ്റ് വൺ. നെയിം ദ നെക്സ്റ്റ് വൺ. അടുത്തയാളുടെ പേര് പറയുക. ഗിവ് ദ നെയിം. സോ ദിസ് ഈസ് യുവർ ലോങ്സ്റ്റ് കാർബൺ. ദർ ആർ നോ സബ്സ്റ്റിറ്റ്യൂവൻസ്. സെക്കൻഡറി പ്രിഫിക്സ് ഇല്ല. പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് ആണോ? അല്ല. Word root, how many carbon? 1 2 3 4 5 6. ഞാൻ അതെന്താ ഇങ്ങനെ എഴുതാത്തെ? You know why? ഡബിൾ ബോണ്ടിന് മിനിമം നമ്പറിങ് വരാൻ വേണ്ടിയാ. ഡബിൾ ബോണ്ടിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. അത് സ്പെഷ്യൽ അല്ലേ? സിംഗിൾ ബോണ്ടിനേക്കാളും സ്പെഷ്യലാ ഡബിൾ ബോണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. വേർഡ് റൂട്ട് ഹെക്സ് ആണ്. റെഡി. പ്രൈമറി സഫിക്സ്, is it ain, ene or ine? It is ene. So this is your hexene. Hexene ആണോ കിട്ടിയത്? Hexene. Hexene. Yes. അല്ലെങ്കിൽ നമുക്കിതിനെ ഹെക്സ് 1 ene എന്ന് വിളിക്കുവേ. Both are same. ഹെക്സ് 1 ene എന്ന് വിളിക്കും. Why the number 1? കാരണം ഡബിൾ ബോണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫസ്റ്റ് കാർബൺ. ഡബിൾ ബോണ്ട് തുടങ്ങുന്നത്, ഡബിൾ ബോണ്ട് ഫസ്റ്റ് കാർബണിന്റെയും സെക്കൻഡ് കാർബണിന്റെയും ഇടയില. നമ്മൾ എപ്പോഴും മിനിമം നമ്പർ അല്ലേ എടുക്കുക, അതുകൊണ്ട് ഫസ്റ്റ് കാർബൺ എടുക്കുക. സോ ഇറ്റ് ക്യാൻ ബി ഹെക്സ് 1 ene ഓർ സിംപ്ലി ഇറ്റ് ഈസ് 1 hexene. എനി നെയിം ഈസ് ഫൈൻ. എല്ലാം കറക്റ്റാ. അതെ അതെ. ഓക്കെ, ഇനി ഇതിന്റെ മോളിക്യുലർ ഫോർമുല പറഞ്ഞേ. ഒന്നാമത്തെ ആളുടെ മോളിക്യുലർ ഫോർമുല എന്താ? വാട്ട് ഈസ് ദ മോളിക്യുലർ ഫോർമുല ഓഫ് ദിസ് സൈക്ലിക് കോമ്പൗണ്ട്? 1 2 3 4 5 6. ദർ ആർ 6 carbon. Hydrogen 2 4 6 8 10 12. There are 12 hydrogen. This is the molecular formula of this compound. What is the molecular formula of this second compound? 1 hexene എന്ന് വിളിക്കാം. Yes, Astropanda 1 hexene എന്ന് വിളിക്കാം. What is the molecular formula of this? 1 2 3 4 5 6. Carbon 6 ആണ്. Hydrogen എണ്ണനെ 3 4 5 6 7 8 9 10 11 12. Oh my god. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കോമ്പൗണ്ടില് they have same molecular formula. It is C6H12. But their structures are different. സെയിം ഇതേപോലെ ഒരേ പേര് അല്ലെങ്കിൽ ഒരേ മാസ്. സി ഫോർ എക്സാമ്പിൾ ഞാനും ഖദീജയുടെ മാസ് സെയിം ആണെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി റിയാലിറ്റിയിലായിരിക്കില്ല, ബട്ട് ഇമാജിൻ. ഇപ്പൊ മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം ആണ്, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദി സ്ട്രക്ചർ ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇതിന് നമ്മളൊരു പേര് പറയും. സച്ച് സിസ്റ്റം, സച്ച് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ഐസോമേഴ്സ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു? അവരെന്താ രണ്ടാളെ തന്നിട്ട് റിലേഷൻ എന്താന്ന് ചോദിച്ചാല് ഐഡന്റിക്കൽ ആണ്? നോ, ദേ ആർ ഐസോമേഴ്സ്. ദേ ആർ കോൾഡ് ആസ് ഐസോമേഴ്സ്. ഐസോമേഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. റെഡി? റെഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി നോമൻക്ലേച്ചർ? ഇതിന്റെ പേര് പറഞ്ഞേ, പെട്ടെന്ന് ഇതിന്റെ പേര് പറഞ്ഞോളൂ.
അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് കാർബണിനെ നോക്കി. നോ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, സെക്കൻഡറി പ്രിഫിക്സ് സബ്സ്റ്റിറ്റ്യൂവൻറ്റുകൾ ഇല്ല. പ്രൈമറി പ്രിഫിക്സ് ഈസ് ഇറ്റ് സൈക്ലിക്? നോ. വേർഡ് റൂട്ടിൽ എത്ര കാർബൺ? 1 2 3 4. തിരിച്ചിട്ടാണെങ്കിൽ 1 2 3 4. ഓക്കെ, there are 4 carbon, so it is bute. What about primary suffix? ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് ഈനാണ്. എവിടെയാണ് ഈന് കൊടുക്കുക? 2 ആണോ 3 ആണോ അത് നോക്കണം നമ്മൾ. അപ്പൊ നോക്കിയേ, എവിടുന്ന് നമ്പറിങ് കൊടുത്താലും 2ൽ വരൂലേ, സോ ഇറ്റ് ഈസ് 2. ഇനി പേരെങ്ങനെ എഴുതുക? ബ്യൂട്ട് 2 ഈൻ, ബ്യൂട്ട് 2 ഈൻ. Or you can write 2 butene. Both are fine. Butene എഴുതിയാൽ will it be correct? No. Butene എഴുതിയാൽ നിങ്ങളുടെ ആൻസർ റോങ് ആയി. Butene suggest ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സെക്കൻഡ് കാർബൺ ആണ് ഡബിൾ ബോണ്ട്. റെഡി? അപ്പൊ നിങ്ങൾക്ക് പേര് മനസ്സിലായി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ, ബിക്കോസ് വെൻ യു റൈറ്റ് ദിസ് ഇൻ ആൻസർ പേപ്പർ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. 2 butene എഴുതുമ്പോൾ 2 സ്പേസ് butene അല്ല എഴുതേണ്ടത്. യുനോ, there is no space required for a number and a letter. Instead ഒരു ഹൈഫൻ യൂസ് ചെയ്താൽ മതി, ഒരു ലൈന് വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ മതി. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാം. റെഡി? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓൾവേസ് the separation of a letter and number is not by a space. Instead ഒരു വര വരക്കുക. റെഡി? അപ്പൊ ഇനി നിങ്ങൾ 2 butene എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി? What about the name of this compound? What is the name of this compound? ലോങ് കാർബൺ എടുത്തു. ഓ, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ട്. 1 2 3 1 2 3. രണ്ട് രീതിയിൽ ഞാൻ ചെയ്തേ. റെഡിലുള്ളതാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. സെക്കൻഡറി പ്രിഫിക്സ് ഇല്ല, സബ്സ്റ്റിറ്റ്യൂവൻസ് ഇല്ല, പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് അല്ല. വേർഡ് റൂട്ട് ദർ ആർ 3 കാർബൺ, സോ ഇറ്റ് ഈസ് പ്രൊപ്പ്. പ്രൈമറി സഫിക്സ് ഈസ് ഐൻ, ഫസ്റ്റ് കാർബണിന്റെ മേലെ ഐൻ. അപ്പൊ ഞാൻ 1 ഐൻ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ, പ്രൊപ്പും 1ഉം തമ്മിൽ, അതുപോലെ 1ഉം വൈയും തമ്മിൽ ഞാൻ എഴുതിയ സെപ്പറേഷൻ നോക്കാം. ബ്ലൂ പ്രകാരമാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പ്, സെക്കൻഡ് കാർബണിലാണ് ഐൻ. വിച്ച് ഈസ് കറക്റ്റ്? വിച്ച് വിൽ ബി കറക്റ്റ്? ഇറ്റ് ഷുഡ് ബി പ്രൊപ്പ് 1 ഐൻ ബിക്കോസ് വി ഗോ ഫോർ മിനിമം നമ്പറിങ്. ഇത് റോങ് ആണ്. ദിസ് ഈസ് റോങ്. അപ്പൊ ഒന്നുകിൽ പ്രൊപ്പ് 1 ഐൻ എന്ന് എഴുതുക, അല്ലെങ്കിൽ 1 പ്രൊപ്പൈൻ എഴുതുക, ഓർ സിംപ്ലി പ്രൊപ്പൈൻ. എവറിത്തിങ് ഇസ് കറക്റ്റ്. പ്രൊപ്പൈൻ, സിംപ്ലി പ്രൊപ്പൈൻ എഴുതിയാലും അത് ശരിയാണ്. സിംപ്ലി പ്രൊപ്പൈൻ എഴുതിയാലും ശരിയാണ്. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, വൺ മോർ തിങ്. CH2 ഇതിനെ നമ്മൾ സിംപ്ലി ഇങ്ങനെ വരക്കുവേ. നിങ്ങൾ ബെൻസീൻ റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? കാർബൺ ഹൈഡ്രജനുകളെ നമുക്ക് എപ്പോഴും CH എന്ന് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വര വെച്ച് കാണിക്കാം, ബോണ്ട് ലൈനുകൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? നമ്മളിപ്പോൾ ഇത് കണ്ടതേ ഉള്ളൂ. ദർ ഈസ് നോ സെക്കൻഡറി പ്രിഫിക്സ്, അതില്ല. പ്രൈമറി പ്രിഫിക്സ് ഈസ് സൈക്ലോ, സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ. വേർഡ് റൂട്ട് ഈസ് ഹെക്സ്. പ്രൈമറി സഫിക്സ് എയിൻ ആണ്, സോ ദിസ് ഈസ് സൈക്ലോ ഹെക്സെയിൻ. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ സൈക്ലിക് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും CH2 എന്ന് എഴുതണം എന്നില്ല, ചുമ്മാ വരച്ച് തന്നാലും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ പേരെന്താ? 1 2 3 3 carbons are there. It is cyclopropane. വെരി ഗുഡ്, വെരി ഗുഡ്. സൈക്ലോപ്രൊപ്പെയിൻ. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഇസ് ദാറ്റ് ക്ലിയർ? എനി ഡൗട്ട്? നോമൻക്ലേച്ചർ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങൾ ആലോചിക്കും, ഇപ്പം നമ്മുടെ പേരൊക്കെ ഇടുന്ന സമയത്ത് അവസാനം ചിലപ്പോൾ നമ്മുടെ വീട്ടുപേരും കൂടി നമ്മൾ ചേർക്കാറുണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ സി ഫോർ എക്സാമ്പിൾ ഷിഫ TK പുത്തൻപുരയിൽ. അപ്പം അവസാനം അല്ലെങ്കിൽ സി ദി കോമൺ പ്രാക്ടീസ് ഓഫ് ഇന്ത്യൻസ് ആർ, നമ്മൾ എപ്പോഴും നമ്മുടെ പാരൻസിന്റെ പേര് കൂടെ എഴുതാറില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സി ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൺസിഡർ ചെയ്യാം.
സതീഷ് ദിവാകരൻ, ലെറ്റസ് സേ. അപ്പൊ അങ്ങനെ വരുമ്പോ ദിവാകരൻ എന്ന് പറയുന്നത് എന്താ, പാരന്റിന്റെ പേരിനെയാണ് സൂചിപ്പിക്കുക. ചിലപ്പം വീട്ടുപേരായിരിക്കും, കുടുംബ പേരായിരിക്കും, അല്ലെ? അങ്ങനെ കുറെ പേരുകൾ, അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുമ്പോ ബച്ചൻ ഫാമിലി നമ്മൾ പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ പാരന്റിന്റെ പേരോ അല്ലെങ്കിൽ കുടുംബ പേരോ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നോർമൽ പേരിന്റെ കൂടെ ചില സമയങ്ങളിൽ ഒരു അഡീഷണൽ സാധനങ്ങൾ കൂടി വരാം. അങ്ങനെ നിങ്ങൾ ഏത് ഫാമിലിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷാറുഖ് ഖാൻ, ആര്യൻ ഖാൻ ഒക്കെ നമുക്ക് ഏത് ഫാമിലിയാണെന്ന് തിരിച്ചറിയാം. അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ ഏത് ഫാമിലിയാണെന്ന് തിരിച്ചറിയാം. ആൻഡ് കപൂർ ഫാമിലി വേറെ ഉണ്ട്, അനിൽ കപൂർ, റൈറ്റ്? അപ്പൊ ഇതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാവും. ഇവരെ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നോമൻക്ലേച്ചർ കംപ്ലീറ്റ് ആയി. ആരൊക്കെയാ? ചിലപ്പോൾ അത് ആൽക്കഹോൾ ആയിരിക്കും. ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് അവർ ആൽക്കഹോൾ ഫാമിലിയാണ്? OH ഉണ്ടാവും, OH. ആൽഡിഹൈഡ് ഫാമിലിയാണെന്ന് എങ്ങനെയാ മനസ്സിലാവുക? CHO. ആൽഡിഹൈഡ് ഈസ് CHO, ആൽക്കഹോൾ ഈസ് OH. കീറ്റോൺ ആണെങ്കിൽ CO മാത്രമേ ഉള്ളൂ. CO ഈസ് കീറ്റോൺ. ആ COയുടെ കൂടെ H വന്നാൽ ദാറ്റ് ഈസ് ആൽഡിഹൈഡ്. COOH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 പേരെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. 4 പേരെ ഏത് ഫാമിലിയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. സോ ചെക്ക് if there is OH, they belong to alcohol family. CHO belong to aldehyde family. CO belong to ketone family. And COOH belong to carboxylic acid. Ready? ഇങ്ങനെ ഏറ്റവും അവസാനം എഴുതുന്നത്, സഫിക്സിൽ ഏറ്റവും അവസാനം നമ്മൾ ഇങ്ങനെ ബച്ചൻ, കപൂർ, ഖാൻ എന്നൊക്കെ എഴുതിയാൽ they are known as secondary suffix, അവസാനമുള്ള സഫിക്സ്. And we call them as functional group. നമ്മൾ അവരെ വിളിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ ഫംഗ്ഷൻ അറിയാലോ, ആസിഡിന്റെ ഫംഗ്ഷൻ വേറെ. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം മാറ്റം വന്നിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് 4 പേരെ ശ്രദ്ധിക്കുക. ആൽക്കഹോൾ ആണെങ്കിൽ OH ആണ്. നോമൻക്ലേച്ചറിൽ ഓളിൽ അവസാനിക്കും. ആൽക്കഹോൾ, ഓളിൽ അവസാനിക്കും. ആൽഡിഹൈഡ് ആണെങ്കിൽ ആലിൽ അവസാനിക്കും. കീറ്റോൺ ആണെങ്കിൽ ഓണിൽ അവസാനിക്കും. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡിൽ അവസാനിക്കും. സോ സെക്കൻഡറി സഫിക്സുകളെ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഓൾ, ആൽ, ഓൺ, ഓയിക് ആസിഡ്. ഓൾ, ആൽ, ഓൺ, ഓയിക് ആസിഡ്. ഓൾ, ആൽ, ഓൺ, ഓയിക് ആസിഡ്. അപ്പൊ ഫൈനലി പേരെങ്ങനെയാ? സെക്കൻഡറി പ്രിഫിക്സ് ആദ്യം. സെക്കൻഡറി പ്രിഫിക്സ് എന്തിനാ? സബ്സ്റ്റിറ്റ്യൂവന്റുകളെയാ സൂചിപ്പിക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരിക 2 സബ്സ്റ്റിറ്റ്യൂവന്റുകളാണ്. ആരൊക്കെയാണെന്നോ? ക്ലോറോ, ബ്രോമോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രൈമറി പ്രിഫിക്സ് നമുക്ക് ചോദിക്കാൻ ഒട്ടും സാധ്യതയില്ല. സൈക്ലിക് ആണെങ്കിൽ മാത്രം സൈക്ലോന്ന് എഴുതിയാൽ മതി. പക്ഷെ അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് സൈക്ലിക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. വേർഡ് റൂട്ടില് കാർബണിന്റെ നമ്പർ ആണ്, അത് നമുക്ക് എണ്ണിയാൽ മനസ്സിലാവും. പ്രൈമറി സഫിക്സിൽ എയിനാണോ, ഈനാണോ, ഐനാണോ എന്ന് എഴുതണം. ഏറ്റവും അവസാനം ഫങ്ഷണൽ ഗ്രൂപ്പിന് എഴുതണം. ആൽക്കഹോൾ ആണോ, ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, ഓയിക് ആസിഡ് ആണോ, ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെഡി? ഇതിന്റെ ആൻസർ പറയൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഫോർ കാർബോക്സിലിക് ആസിഡ്? CO എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണോ? അതാരാ? അത് കീറ്റോൺ ആണ്. CHO എന്ന് പറയുന്നത് ആരാ? കാർബോക്സിലിക് ആസിഡ് ആണോ? നോ, ദാറ്റ് ഈസ് ആൽഡിഹൈഡ്. അത് നല്ല ധറോ ആവണേ. വാട്ട് ഈസ് OH? ഇറ്റ് ഈസ് യുവർ ആൽക്കഹോൾ. ആൻഡ് വാട്ട് ഈസ് COOH? That is your carboxylic acid. Ready? Next, the homologous, see again, homologous of which family contains COOH functional group? COOH functional group വന്നാൽ നമ്മൾ അതിനെ കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് നമ്മൾ പറയാ. വളരെ എളുപ്പമല്ലേ? അടുത്ത് നോക്കൂ. The functional group which characterizes aldehyde. ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാ? OH അല്ല, അത് ആൽക്കഹോളാ. CHO, യെസ്. COHO അല്ല, CO അല്ല. ഈസി. നൗ ടെൽ മീ, നിങ്ങൾക്ക് വന്നിട്ടുള്ളതാണ് ദി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഫ്രം ദി ഫോളോയിങ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഒന്നുകിൽ ആൽക്കീനുകൾ, അല്ലെങ്കിലോ ആൽക്കൈൻസ്.
പ്രൊപ്പൈന് വരുമോ? എയിന് ആൽക്കെയിന. ഈന് വരും. പ്രൊപ്പ് ഐനും വരും. ഈനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഐനിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. എയിന് വരുമോ? ഇല്ല. അപ്പൊ അവസാനത്തെ മാത്രം നോക്കിയാൽ പറയാൻ പറ്റൂലേ? 2ഉം 3യുമാണ് ഡി ഓപ്ഷൻ, റൈറ്റ്? 2ഉം 3യുമാണ് അൺസാച്ചുറേറ്റഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. പേരെഴുതാം. ഒന്നാമത്തെ ആളുടെ പേര് പറയണം. യെസ് പ്രണർ, ടെൽ മീ ദ നെയിം ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട്. Let us see. Carbon, there is only one carbon. Do you have secondary prefix, substituents എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. Primary prefix, do you have any? Cyclic? No. Word root, how many carbon? Only one carbon, so it should be meth. Then primary suffix, is it ein, een or ein? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. എടാ, മിനിമം 2 carbon is required to know whether there is double bond or triple bond between carbons. No, ഇവിടെ ഒരു കാർബൺ അല്ലേ, ഒരു കാർബണായ എയിൻ അല്ലേ. Ready? Now what is secondary suffix? As you have COOH group, you understand this is carboxylic acid. അതുകൊണ്ട് naming should end like oic acid, right? അപ്പൊ ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതിയേ. It is meth എഴുതി. Then you have ain and you have oic acid. This is methanoic acid. And you know, E നമ്മൾ കട്ട് ചെയ്യും. ഓയുടെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ E can be eliminated. So this is methanoic acid. And you know what is the name of the other compound? ഇവിടെ ഒരു കാർബൺ ആയതുകൊണ്ടാണ് മെഥൈൻ ഓയിക് ആസിഡ് ആയത്. 2 കാർബൺ ഉള്ളത് കൊണ്ട് ഇഥൈൻ ഓയിക് ആസിഡ് അല്ലേ. ഇഥൈൻ ഓയിക് ആസിഡ്. ദിസ് ഈസ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് acetic acid. This is ethanoic acid. Second one is ethanoic acid. Any doubt? Any doubt in this naming? This is very important. Previous year la എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് ഓയിക് ആസിഡ് വെച്ച് തന്നിട്ടുള്ളത്. Easy, right? Tell me the nomenclature of this system. 1 2 3 4 5. There are 5 carbon. Secondary prefix ഇല്ല. തൂങ്ങി ബലൂൺ ഒന്നുമില്ല. പ്രൈമറി പ്രിഫിക്സ് ഇല്ല. ദിസ് ഈസ് നോട്ട് സൈക്ലിക്. വേർഡ് റൂട്ട് എന്താ? പെന്റ് ആണ്. പ്രൈമറി സഫിക്സ് എന്താ? എയിൻ. പ്ലസ് സെക്കൻഡറി സഫിക്സ് COH വന്നതുകൊണ്ട് ഓയിക് ആസിഡ് ആണ്. അപ്പൊ ഈ ഒഴിവാക്കുക. ദിസ് ഈസ് പെന്റനോയിക് ആസിഡ്. ആസിഡിന് ഒരു സ്പേസ് ഉണ്ട്. റെഡി? വെരി ഈസി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവരുടെ ഇതിനെ നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കും. ബെൻസീൻ. ഹാവ് യു ഹേർഡ് ഓഫ് ബെൻസീൻ? C6H6 വരുന്ന ആളാണ് ബെൻസീൻ. ടെൽ മീ, ഈസ് ബെൻസീൻ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്? ബെൻസീൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? ബെൻസീനിന്റെ ആക്ച്വൽ വരക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും വരക്കും. As it contains double bond, this is unsaturated. Is it cyclic or acyclic? This is cyclic. എനിക്കൊന്ന് 2020 പ്രീവിയസ് ഇയറിലെ ഫൈനൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഗിവ് an example for cyclic and unsaturated compound. Cyclic unsaturated compound in the example is benzene, C6H6. Now what will be the name of this system? Do you have any secondary prefix? Yes. എടാ ബലൂണ് പോലെ നിൽക്കല്ലേ ഫ്ലൂറിൻ. ഇതിന്റെ പേരെന്തായിരിക്കും? ഫ്ലൂറോ ബെൻസീൻ. കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ പേരെന്താ? സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലോറോ ബെൻസീൻ. അടുത്തയാളുടെ പേരെന്താ? ബ്രോമോ ബെൻസീൻ. അപ്പൊ ബെൻസീനിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ പേരിടാൻ വേണ്ടി പറ്റും. റെഡി? ഈസി. ഓക്കെ, ലെറ്റ് us see the question. നിങ്ങൾ NCERT-യിലുള്ളതാണ്. Question number 1. What is the nomenclature? Name it. So total നമ്മൾ കാർബണുകൾ നോക്കി. സെക്കൻഡറി പ്രിഫിക്സ് ഉണ്ട്. ബ്രോമിൻ തൂങ്ങി നിൽക്കുന്ന കാണാം. ഏത് കാർബണില? മിനിമം നമ്പറിങ് കൊടുക്കണമല്ലോ. സോ ഫസ്റ്റ് കാർബൺ, ഇറ്റ് ഈസ് 1 ബ്രോമോ.
1 കഴിഞ്ഞ് ഹൈഫൺ ഇട്ട് ബി ക്യാപിറ്റൽ ആണ്, തുടക്കക്കാരൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി 1 ബ്രോമോ. ഹൗ മെനി കാർബൺ? സെക്കൻഡറി പ്രിഫിക്സ് ഡൺ. പ്രൈമറി പ്രിഫിക്സ് ഈസ് ഇറ്റ് സൈക്ലിക്? നോ. അപ്പൊ പ്രൈമറി പ്രിഫിക്സ് വേണ്ട. വേർഡ് റൂട്ട് എന്താ? ദർ ആർ 2 കാർബൺ, സോ ഇറ്റ് ഷുഡ് ബി എത്ത്. പ്രൈമറി സഫിക്സ് ഈസ് ഇറ്റ് എയിൻ, ഈൻ ഓർ ഐൻ? എയിൻ അല്ലേ വരുള്ളൂ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? ഡു യു ഹാവ് ആൽക്കഹോൾ OH? ഇല്ല. ആൽഡിഹൈഡ് CHO? ഇല്ല. കീറ്റോൺ CO? ഇല്ല. ആസിഡ് COH? ഇല്ല. അപ്പോൾ യുവർ നെയിം ഈസ് 1 ബ്രോമോ ഈഥെയ്ൻ. സിംപ്ലി ബ്രോമോ ഈഥെയ്ൻ എന്ന് പറയാം. ബ്രോമോ ഈഥെയ്ൻ ഈസ് ഓൾസോ കറക്റ്റ്. 1 എപ്പോഴും എഴുതേണ്ട കാര്യമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. Now let us go for the second one. രണ്ടാമത്തതിന്റെ പേരെന്താ? രണ്ടാമത്തതിന്റെ പേര് പറയൂ. What about the second one? Do you have any substituents? ഇല്ല. Secondary prefix ഇല്ല. Primary prefix ഇല്ല because this is not cyclic. Word rootൽ ഒരു കാർബണേ ഉള്ളൂ, so this is meth. Okay. Primary suffix എഴുതിയാൽ 1 കാർബൺ ആണെങ്കിൽ എയിന് മാത്രമല്ലേ പറ്റുള്ളൂ, ശരിയല്ലേ? 1 കാർബൺ ആണെങ്കിൽ എയിനെ പറ്റുള്ളൂ. 2 കാർബൺ 3 കാർബൺ ഉണ്ടെങ്കിലല്ലേ ഈനും ഐനും വരിക. സി സിംഗിൾ ബോണ്ട് അല്ലേ ഇവിടെ ഉള്ളൂ, സി ഒരാളേ ഉള്ളൂ. പ്ലസ് ഡു യു ഹാവ് എനി ഫങ്ഷണൽ ഗ്രൂപ്പ്? CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് വന്നാൽ യുവർ നെയിം ഷുഡ് എൻഡ് വിത്ത് ആൽ. അപ്പൊ മീഥെയിൻ പ്ലസ് ആൽ എടുത്താൽ ഈ പോവും. ദിസ് ഈസ് മീഥെയിനാൽ, വിച്ച് ഈസ് നോൺ ആസ് മെഥനാൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ദിസ് ഈസ് മെഥനാൽ. Now the naming of third compound. How will you do this? 1, 2, 3, 4, 5, 6. There are 6 carbon. അതിന് മേലെ മറ്റു ഗ്രൂപ്പുകളൊന്നുമില്ല. നോ സെക്കൻഡറി പ്രിഫിക്സ്, നോ പ്രൈമറി പ്രിഫിക്സ്, സൈക്ലിക് അല്ല. വേർഡ് റൂട്ടിൽ ഹെക്സ് ഉണ്ട്. പ്രൈമറി സഫിക്സിൽ ഐനാണ്, ഇറ്റ് ഈസ് 1 ഐ. സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? ആൽഡിഹൈഡ്? No. Alcohol? No. Carboxylic acid? No. Ketone? No. So this is your hexyne. 1 hexyne. Or simply hexyne. You get it easily? Very good. Very good. Let us draw the structures of the following compounds. First one is ethanoic acid. Ethan. Eth എന്ന് പറഞ്ഞാൽ 2 കാർബൺ. Okay. Eth ready. എയിൻ, എയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രം, റെഡി. ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 1 കാർബൺ COOH അല്ലേ? ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ COH ഉണ്ട് എന്നല്ലേ അർത്ഥം. ടോട്ടലി 2 കാർബൺ ആണ്, അതിൽ 1 കാർബൺ, 1 കാർബൺ ഷുഡ് ബി COH. അപ്പൊ ബാക്കി ഹൈഡ്രജൻ വെച്ച് ബാലൻസ് ചെയ്ത് ദർ ഷുഡ് ബി CH3. നോ, ബിക്കോസ് കാർബണിന്റെ ബാലൻസി 4 അല്ലേ, 3 ഹൈഡ്രജൻ വന്നാലേ 1 ബോണ്ട് ഈസ്. സോ ദിസ് ഈസ് CH3 COH. Second, bromopentane. Bromo, 1 bromine is anyway there. നമ്പർ അറിയില്ല, അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് കാർബണിന് മേലെ ആയിരിക്കും. ബ്രോമോ റെഡി. പെന്റ് 1 2 3 4 5. എയിൻ സിംഗിൾ ബോണ്ടേ ഉള്ളൂ കാർബൺ തമ്മിൽ. ഇപ്പൊ ബാക്കി ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ. ദിസ് ഈസ് CH3 CH2 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 CH2. ഈസി. Ready? Any doubt? Second structure. Very good, Astro. Very good. The third one is butanone. You have but 1 2 3 4. 4 കാർബൺ എഴുതി. എയിന് സിംഗിൾ ബോണ്ടേ ഉള്ളൂ കാർബൺ തമ്മിൽ. ഓൺ. ഓൺ stands for aldehyde, which is a CHO. It stands for ketone, which is a CO group. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണടാ, ഞാൻ ഈ CO ഗ്രൂപ്പിനെ ഇവിടെ ഇട്ടാൽ ശരിയാവോ? ലാസ്റ്റ് കാർബണിൽ ഞാൻ CO ഗ്രൂപ്പിനെ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ബാക്കി ഹൈഡ്രജനൊക്കെ ബാലൻസ് ചെയ്തു. CH3 CH2 CH2 CO. ഇവിടെ H കൊടുക്കണ്ടേ? എന്നാലല്ലേ കാർബൺ 4 ബോണ്ട് ആവുള്ളൂ. ആൻഡ് ഐ ടെൽ യു ദിസ് ഈസ് റോങ്. നിങ്ങളോട് ബ്യൂട്ടനോൺ ചോദിക്കുവേ, ദിസ് ഈസ് റോങ്. വൈ? Once you place a hydrogen at the end, you get a aldehyde group, not a ketone. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 ഗ്രൂപ്പുകളില്ലേ, ഏതൊക്കെയാ? ആൽക്കഹോള്, ആൽഡിഹൈഡ്,
കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്. അതിൽ കാർബോക്സിലിക് ആസിഡ് ഇവരെല്ലാം എൻഡിൽ വരാം, ഇതും എൻഡിൽ വരാം, എൻഡ് കാർബണിലേ വരുള്ളൂ, എൻഡ് കാർബൺ ഓൺലി. CHO COH എൻഡ് കാർബണിലേ വരുള്ളൂ. പക്ഷെ CO cannot be at the end carbon. OH ഏതിലും ആവാം. അപ്പൊ CO എന്ന് പറയുന്നത് എൻഡ് കാർബണിൽ ഇട്ടാൽ അത് ആൽഡിഹൈഡായി മാറും. സോ ഞാൻ 4 ബ്യൂട്ടില് 4 കാർബൺ ഉണ്ട്. സോ ഐ വിൽ ബി ഗിവിംഗ് ദ CO ഗ്രൂപ്പ് ടു ദ സെക്കൻഡ് ഗ്രൂപ്പ് അറ്റ്ലീസ്റ്റ്, സെക്കൻഡ് കാർബൺ. അത് ക്ലിയർ ആണോ സിത? ഇനി ബാക്കി നോക്കിയേ, CH3, CH2, CH3. യെസ്, ദിസ് ഈസ് കീറ്റോൺ. ദാറ്റ് ഈസ് യുവർ കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ നോക്കിയേ, ഫോർത്ത് വൺ ഹെക്സനാൽ. ഹെക്സീസ്, ദർ ആർ 6 കാർബൺ. 1 2 3 4 5 6 6 കാർബൺ. എയിൻ മീൻസ് യു ഹാവ് ഓൺലി സിംഗിൾ ബോണ്ട്. ആൽഡിഹൈഡ് അവസാനിക്കും അല്ലേ? ആൽഡിഹൈഡ് ഷുഡ് ബി അറ്റ് ദി ടെർമിനൽ കാർബൺ, അവസാനത്തെ കാർബൺ അല്ലെങ്കിൽ ആദ്യത്തെ കാർബൺ. ബാക്കിയെല്ലാം ചെയ്തോ, CH3, CH2, 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 CHO. റെഡി? എനി ഡൗട്ട്? എനി ഡൗട്ട്? അപ്പൊ നിങ്ങൾക്ക് പേര് തന്നു കഴിഞ്ഞാൽ, once you have the name, you are able to understand the functional group as well. For example, give me in which of the following compounds OH is the functional group? In which of the following compounds OH is the functional group? Tell me. OH വരണമെങ്കിൽ നെയിം എന്തായിരിക്കും? ഓളിലായിരിക്കും. ഇറ്റ് ഈസ് ഓൺ, ദാറ്റ് ഈസ് കീറ്റോൺ. ഓൾ, യെസ്. ഓയിക് ആസിഡ് അല്ല, ആൽഡിഹൈഡ് അല്ല. സോ യുവർ ആൻസർ വിൽ ബി ബി. വെരി ഈസി, ബി ആണ് ആൻസർ വരിക. Ready? Which among the following are unsaturated hydrocarbon? First one unsaturated ആണോ സാച്ചുറേറ്റഡ് ആണോ? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമല്ലേ, സോ ദിസ് ഈസ് സാച്ചുറേറ്റഡ്. അടുത്തതിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു, സോ ദിസ് ഈസ് അൺസാച്ചുറേറ്റഡ്. അടുത്തതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ദിസ് ഈസ് സാച്ചുറേറ്റഡ്. അടുത്തതിൽ ഡബിൾ ബോണ്ട് വന്നു, ദിസ് ഈസ് അൺസാച്ചുറേറ്റഡ്. സോ അൺസാച്ചുറേറ്റഡ് ആർ 2 and 4. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒന്ന് ചെയ്തു. ഈസി. It is 2 and 4, right? C അല്ലേ ഓപ്ഷൻ? വെരി ഗുഡ്. നെക്സ്റ്റ്, the name of the compound. ഈ കോമ്പൗണ്ടിന്റെ പേര് പറയണം. CH3, CH2, CHO. CH3, CH2, CHO. വെരി ഗുഡ് സീത, വെരി ഗുഡ് ഷിഫ, വെരി ഗുഡ് ആസ്ട്രോ, വെരി ഗുഡ്. CH3, CH2, CHO. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നോക്കി കാർബണിനെ വരച്ചു. ബലൂൺ ഒന്നുമില്ല, സെക്കൻഡറി പ്രിഫിക്സ് ഒന്നുമില്ല. പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് ആണോ? അല്ല. വേർഡ് റൂട്ടിൽ എത്ര കാർബണാ? 3 കാർബൺ. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രൊപ്പ് ഷുഡ് ബി ദ നെയിം. പ്രൈമറി സഫിക്സ് കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ, കാർബൺ കാർബൺ ബോണ്ട് മാത്രം നോക്കിയാൽ മതി. ഇറ്റ് ഷുഡ് ബി എയിൻ. സെക്കൻഡറി സഫിക്സ്, ഡു യു ഹാവ് എനി ഫങ്ഷണൽ ഗ്രൂപ്പ്? യെസ്. വാട്ട് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽഡിഹൈഡ്. സോ വാട്ട് ഷുഡ് ബി ദ എൻഡ്? ആൽ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രൊപ്പ് പ്ലസ് എയിൻ പ്ലസ് ആൽ. അപ്പൊ ഈ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പനാൽ. It is propanol. Your answer should be option A. Your answer should be option A. Ready? Yes. See the question here. The heteroatoms present are. ഇവിടെ എത്ര ഹെറ്ററോ ആറ്റംസ് ഉണ്ട്? കാർബണും ഹൈഡ്രജനും ഒഴികെയുള്ളവരെയാണ് ഹെറ്ററോ ആറ്റംസ് എന്ന് നമ്മൾ പറയാ. കാർബണും ഹൈഡ്രജനും അതിന്റെ ഭാഗം, അതേ ഹൈഡ്രോ കാർബൺ അവിടെ എന്തായാലും ഉണ്ടാവും. So there are 2, oxygen and chlorine. 1 and 4 should be your answer. Ready? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, see this is the question. Name a cyclic unsaturated carbon compound. Cyclic ആയിരിക്കണം, unsaturated ആയിരിക്കണം. This is a previous question. What is your answer? Benzene with C6H6. Benzene. Let us see another previous question. Assertion recent question ആയിരുന്നു. Assertion ഇതാണ്. What is assertion? Following are the members of homologous series. CH3OH methanol. CH3 CH2OH 2 കാർബൺ വന്നാൽ ethanol. CH3 CH2 CH2OH 3 കാർബൺ വന്നു കഴിഞ്ഞാൽ propanol. Methanol, ethanol, propanol.
അത് ഹോമോലോഗസ് ആണോ? അതേ പേര് കേട്ടാൽ തന്നെ അറിയില്ലേ, അത് ഹോമോലോഗസ് ആണ്. Reason, this is correct. Reason, a series of compounds with the same functional group but different CH2 unit is known as homologous series. Is it correct? ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, ശരിയാണ്. ഡിഫറൻസ് CH2 മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഹോമോലോഗസ് സീരീസ് പറഞ്ഞത്. യെസ്. സോ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. റെഡി? ഇങ്ങനെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാം. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ റിയാക്ഷൻസ് ആണ്. ഹൈഡ്രോ കാർബണുകൾക്ക് 4 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്, പ്രിഫറബ്ലി കമ്പഷൻ. എനി ഹൈഡ്രോ കാർബൺ, ലെറ്റ് us take മീഥെയ്ൻ, അത് ബേൺ ചെയ്താൽ എന്താ കിട്ടുക? യു ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അത് ബാലൻസ് ചെയ്താൽ മതി. CH4 plus 2O2 giving carbon dioxide plus water. Any hydrocarbon burn ചെയ്യുമ്പോഴുള്ളത് ക്ലിയർ അല്ലേ? ബേൺ ചെയ്യുമ്പോഴുള്ളത് ക്ലിയർ അല്ലേ? റെഡി? റെഡി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്പഷൻ ബേസിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഹൈഡ്രോകാർബൺ when they combine with oxygen they form carbon dioxide and water along with heat and light. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, കത്തിക്കുമ്പോൾ ലൈറ്റും ഉണ്ടാവും ഹീറ്റും ഉണ്ടാവും. സോ ദിസ് പ്രോസസ് ഈസ് കമ്പഷൻ. അപ്പൊ നിങ്ങളോട് ഇവിടുന്ന് എന്താ ചോദിക്കാന്ന് പറഞ്ഞോ? മാച്ച് ചെയ്യാനാ ചോദിക്കുക. ഒരാളെ തന്നിട്ട് ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിക്കുക. സി ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ഓക്സിഡേഷൻ, ഇതാരാണ്? ഈസ് ഇറ്റ് ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ആസിഡ്, കാർബോക്സിലിക് ആസിഡ്? വിച്ച് വൺ ഈസ് ദിസ്? OH suggest this is an alcohol. ആൽക്കഹോളുകളിലേക്ക് ആൽക്കലൈൻ KMnO4 കൊടുത്താലോ ഓർ ആസിഡിക് KMnO4 കൊടുത്താലോ നമുക്ക് കിട്ടുന്നത് എന്താ? ആസിഡ് ആണ് കിട്ടുന്നത്. സോ ആൽക്കഹോൾസ് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ടു ഫോം ദി ആസിഡ്. ആസിഡ് ശ്രദ്ധിക്കണേ, ഓക്സിജനുകളെ ആഡ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇവരെ ഓക്സിഡേഷൻ എന്നാ പറയാ. അങ്ങനെ ആഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? ഹെൽപ്പ് ചെയ്തത് ആരാ? ഇറ്റ് ഈസ് KMnO4, ആൽക്കലൈൻ KMnO4 ഓർ ആസിഡിക് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. ഈ രണ്ട് പേരെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാ പറയാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആ. ഐഡന്റിഫൈ ദി ഓക്സിഡൈസിങ് ഏജന്റ്. ആൽക്കലൈൻ എന്ന് പറഞ്ഞ ഇത്രയുള്ളൂടാ. KMnO4ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? K വെച്ച് കൊടുത്തു. അതായത് ആൽക്കലൈൻ എന്ന് പറഞ്ഞ ഒരു ബേസിന്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ക്ലിയർ ആണോ? ആ ഓക്സിഡേഷൻ റിയാക്ഷൻ പറഞ്ഞിരിക്കുന്ന ഭാഗം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? റെഡി? റെഡി? ഈസ് ഇറ്റ് ക്ലിയർ ആസ്ട്രോ? ആൽക്കലൈൻ എന്ന് പറഞ്ഞത്? യെസ്. റെഡി? വിസിബിൾ ആണല്ലോ. അപ്പം പറഞ്ഞത് ഒരു സബ്സ്റ്റൻസിനെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസിന് ഓക്സിജനെ കിട്ടുമ്പോൾ നമ്മൾ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയും. കാർബൺ കോമ്പൗണ്ടുകളെ നമുക്ക് ഓക്സിഡേഷൻ നടത്താൻ പറ്റും. അങ്ങനെ ഓക്സിഡേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാം. ദ ഏജന്റ്. ആർ യു ഏബിൾ ടു സീ ദിസ്? ഓക്കെ ഓക്കെ ഓക്കെ. ദ ഏജന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ദ ഏജന്റ്, ദ സബ്സ്റ്റൻസ് which helps in oxidation is known as oxidizing agent. It is known as oxidizing agent. Tell me this. CH3CH2OH gives you CH3COOH. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിച്ചത്? 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഒരു ഓക്സിജനെ കൊടുത്തു. ഓക്സിജനെ കൊടുക്കുമ്പോൾ ഈ റിയാക്ഷന് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇവിടെ ആൽക്കലൈൻ KMnO4ന്റെ റോൾ എന്താ? Alkaline KMnO4 helps in oxidation. Therefore, this is oxidizing agent. Broker ആണ്. കല്യാണം നടത്തുന്ന ഏജന്റ് പോലെ ബ്രോക്കർ ആയത്. റെഡി? അപ്പൊ കമ്പഷൻ പഠിച്ചു. കമ്പഷന്റെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്സിഡേഷൻ പഠിച്ചു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡൈസിങ് ഏജന്റിന്റെ ഹെൽപ്പോടെ there is oxidation happening. Addition of oxygen happening. Alcohol is oxidized to what? Acid, carboxylic acid.
The next one is addition reaction. Addition reaction is such an easy reaction to understand. See, or example in the polum manasilavum. There is some additions are happening. Nothing else. See here, there is a double bonded system. Adilekku rendu hydrogen koduthu in presence of nickel catalyst. Appo double bond or triple bond lekku unsaturated hydrocarbons can add things, and that is your addition reaction. Reactions in which unsaturated organic compounds with a double or triple bond reacts with the molecules to become saturated. This is your addition reaction. These addition reactions in our day-to-day life. This point is shraddhikane. See, this point is important. Animal fats are generally saturated acid, whereas oil, which are unsaturated, are good for health. അപ്പോൾ കുക്കിങ്ങിന് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഏതാണെന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കുക്കിങ്ങിന് പ്രിഫർ ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ആണ്. പൊതുവേ നമുക്ക് മാർക്കറ്റിലൊക്കെ ലിക്വിഡ് ആയിരിക്കുന്ന ഓയിലുകൾ അൺസാച്ചുറേറ്റഡ് ആവാം. Liquid oils like avocado oils, olive oils, canola oils. These all oils are liquid in appearance. Therefore, they are good. Liquid ആണ് പൊതുവെ അൺസാച്ചുറേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. അൺസാച്ചുറേറ്റഡ് ഓയിൽസിനെ പൊതുവെ ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സോ ജനറലി ദേ ആർ ഗുഡ്. പക്ഷെ അതല്ലാതെ നമ്മുടെ ചീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, വിച്ച് ആർ ബേസിക്കലി സോളിഡ്, ദാറ്റ്സ് നോട്ട് ഗുഡ്, ദാറ്റ് മച്ച് ഗുഡ്. ഓക്കെ, see, you have an unsaturated, which is actually good. This is actually good. Unsaturated vegetable oil ഉണ്ട്, which is liquid ആണ് form. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ it becomes saturated. അപ്പൊ ഈ സാച്ചുറേറ്റഡ് പൊതുവെ സോളിഡ് അപ്പിയറൻസ് ആണ്. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ലോങ് ഷെൽഫ് ലൈഫ് ആൻഡ് റെസിസ്റ്റൻസ് ടു റാൻസിഡിറ്റി, പെട്ടെന്ന് കേടായി പോകാതിരിക്കാനൊക്കെ ആണ് നമ്മൾ ഇവരെ സാച്ചുറേഷൻ ചെയ്യുക. പക്ഷെ ബേസിക്കലി അൺസാച്ചുറേറ്റഡ് ഓയിൽസ് ആർ ഗുഡ്, നോട്ട് സാച്ചുറേറ്റഡ്. അപ്പൊ ഇവിടെ സാച്ചുറേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. സി, നമ്മുടെ ഗീ ഇല്ലേ, വെജിറ്റബിൾ ഗീ കണ്ടിട്ടുണ്ടോ? നെയ്യ്, അതൊക്കെ നമുക്ക് സോളിഡ് ആയിട്ട് കിട്ടുന്നവരാണ്. അപ്പൊ അത് സോളിഡ് ആയാൽ അതിന്റെ അർത്ഥം അത് സാച്ചുറേറ്റഡ് എന്നാണ്. അതല്ലാതെ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ളവരാണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഓയിൽസ് ഓൺ ട്രീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഓർ നിക്കൽ കാറ്റലിസ്റ്റ് ഫോംസ് ഫാറ്റ്. ഓയിൽ ലിക്വിഡ് ആണ്, ഫാറ്റ് സോളിഡ് ആണ്. ഓയിൽ അൺസാച്ചുറേറ്റഡ് ആണ്, ഫാറ്റ് സാച്ചുറേറ്റഡ് ആണ്. ഇത് ലിക്വിഡ്, ഇത് സോളിഡ്. This is an example of what? Addition reaction. Such an easy. പറഞ്ഞ റിയാക്ഷൻസ് ഏതൊക്കെയാ? കമ്പഷൻ നമ്മൾ പറഞ്ഞു. കമ്പഷനിൽ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. ഹൈഡ്രോ കാർബൺസ് ഓൺ കമ്പഷൻ ഗിവ്സ് യു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ അലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദാറ്റ് ഈസ് കമ്പഷൻ. What is oxidation? Alcohol, when it is oxidized, gives you carboxylic acid. അവിടെ oxidation help ചെയ്തത് ആരാ? Oxidizing agent. അതാരായിരുന്നു? Alkaline KMnO4 or acidic K2CR2O7. Addition reactions easily മനസ്സിലാക്കാം. ഓയിലിനെ ഫാറ്റ് ആക്കുന്നു, ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കുക, ആഡ് ചെയ്യും ഹൈഡ്രജന്. The next is substitution reaction. എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒരാൾക്ക് പകരം വേറൊരാൾ വരണ്ടേ? വൺ ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി അതർ. ഫോർ എക്സാമ്പിൾ, വെൻ യു കൺസിഡർ മീഥെയ്ൻ, there are 4 hydrogen around the carbon. Now in presence of sunlight, 1 hydrogen is replaced by a chlorine. So this is substitution. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞോ? HCl ഫോം ചെയ്തു, HCl ഫോം ചെയ്യും, ബാക്കി ക്ലോറിൻ വന്ന് അവിടെ ആഡ് ചെയ്തു. ഇറ്റ് ഈസ് ഈസി ടു ഐഡന്റിഫൈ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റ് ഈസ് മസ്റ്റ്. എ റിയാക്ഷൻ ഇൻ വിച്ച് ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഈസ് നോൺ എസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ.
ഒരാറ്റത്തിന് പകരം മറ്റൊരാറ്റം വരുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. അഡീഷൻ റിയാക്ഷനിൽ ആർ എന്താണെന്ന് ചോദിച്ചു. എവിടെ? ഇവിടെ അല്ലേ. അതിങ്ങനെ എഴുതിയാൽ മതി. ആർ റെപ്രസെന്റ്സ് എനി ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ. ചിലപ്പോൾ അത് മീഥൈൽ ഗ്രൂപ്പ് ആവാം. അത് നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതിയടോ. ഇങ്ങനെ എഴുതിക്കോളൂ. ഒരു മീഥൈൽ ഗ്രൂപ്പിനെ കൊടുത്തോ, നോ ഇഷ്യൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഹൈഡ്രജനെ ആക്കി കൊടുത്തോ, നോ ഇഷ്യൂ. ഓക്കെ, ഹൈഡ്രജനെ മാത്രം കൊടുത്തോ. R indicates some groups with the carbon. It can be hydrogen or any alkyl group. അതൊരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമുള്ള ഹൈഡ്രജനെ കൊടുത്തോ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഓക്കെ, ടെൽ മീ ദിസ്. Chlorine reacts with the saturated hydrocarbons at room temperature in presence of sunlight, right? Sunlight in the presence il മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. 4 reactions ശ്രദ്ധിച്ചു. First is combustion. We know we get carbon dioxide and water along with the heat and light. The second is oxidation. Alkaline KMNO4 ന്റെ presence il alcohol carboxylic acid ആയി. The third one is addition, where oil is converted into fat, saturation of vegetable oil. Then the fourth is substitution, where one group is replaced by the other group. Is that clear? And you know, രണ്ട് കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ethanol and ethanoic acid. What is ethanol? What is the formula of ethanol? Eth means there are 2 carbon, ol means there is OH. This is your ethanol. This is an alcohol, no doubt. Ethanoic acid, it is CH3COOH. This is your ethanoic acid, which is your carboxylic acid. ഈ രണ്ട് പേരുടെ 2-3 റിയാക്ഷൻസ് പഠിച്ചാൽ നിങ്ങളുടെ ചാപ്റ്റർ കഴിഞ്ഞു. Let us see reactions of ethanol first. Ethanol ഞാൻ എഴുതുകയാണേ. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. CH3 CH2OH പ്ലസ് സോഡിയം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളൂ. സോഡിയത്തിനെ നമുക്ക് Na++ ഇലക്ട്രോൺ എന്ന് എഴുതിക്കൂടെ? എടാ, അതായത് പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നിട്ടല്ലേ ന്യൂട്രൽ ആയത്. ലെറ്റ് us just imagine Na+ ഉണ്ട്, E- ഉണ്ട്. അതേപോലെ ജസ്റ്റ് റിമെമ്പർ ലൈക്ക് ദിസ്. CH3 CH2 OH-നെ O- ആയിട്ടും H+ ആയിട്ടും ആലോചിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് അസിഡിക്. H+. ജസ്റ്റ് സി, നെഗറ്റീവ് ചാർജിന് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജിന് പോസിറ്റീവ് ചാർജിനോട് താല്പര്യം വരൂലേ? ഒന്നുമില്ല, സംഭവം വളരെ എളുപ്പമാണ്. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞോ? Na+ വന്ന് H+നെ മാറ്റി. പോസിറ്റീവ് ചാർജ് വന്നപ്പോൾ മറ്റേ പോസിറ്റീവ് ചാർജ് ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് CH3 CH2ONA. ഹൈഡ്രജൻ മാറി അല്ലേ? അല്ലെങ്കിൽ O- Na+, എങ്ങനെ വേണമെങ്കിലും എഴുതാം. പ്ലസ് ഹൈഡ്രജൻ ഇലക്ട്രോണും കൂടി H2 ആയി. വെരി ഈസി. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ആരാ? CH3 CH2ONA. Na എന്ന് പറയുന്നത് സോഡിയം. O- ഓക്സൈഡ് അല്ലേ? O- എന്ന് പറഞ്ഞ ഓക്സൈഡാ. സോ ദിസ് ഈസ് ഈഥോക്സൈഡ്. അപ്പൊ ഇതിന്റെ പേരറിയണം. ഈഥോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ് ഉണ്ടായത്. ടെൽ മീ ദിസ്. ആൽക്കഹോൾ, ethanol വിത്ത് സോഡിയം, യു ഗെറ്റ് ഓക്സൈഡ്. കാരണം അതിലെ ഹൈഡ്രജൻ മാറി. എഥനോളിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി. പിന്നെ എന്താ ഉള്ളത്? ഓക്സൈഡ് ആണ്, വിച്ച് ഈസ് സോഡിയം ഈഥോക്സൈഡ്. ഈസ് ദാറ്റ് ക്ലിയർ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി, യു ഹാവ് CH3 CH2OH. ഞാൻ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. CH3 CH2OH. OH-നെ കൂടെ കാണിക്കാം. ഓക്കെ, let us take hot concentrated sulfuric acid. Sulfuric acid is a dehydrating agent.
Sulfuric acid is a dehydrating agent. What is dehydration? Vellam pova. Removal of water. Exactly. You remove H2O. So what do you get? It is CH2 double bond CH2 plus water. Appa alcohol contains OH. OH inu kuda oru hydrogen kudi eduthal water can be eliminated, and after the removal, this is an elimination reaction. After the removal, there is obviously a double bond formation. Appa ningalku idinte reactions ezhudhan pattanam. Ee rendu reactions illu ethanol il. What are the two reactions for ethanol? Sodium vannal hydrogen poi, you get sodium ethoxide. Concentrated sulfuric acid, as it is a dehydrating agent, water is lost, you get a double bond. Ethanol becomes ethene. The two reactions. And now let us consider ethanoic acid. Ethanol in the reaction കഴിഞ്ഞു. Ethanoic acid ഉണ്ട്. Ethanoic acid നെ common ആയിട്ട് acetic acid എന്ന് നമ്മൾ പറയും. Acetic acid. നമ്മുടെ വീട്ടിൽ acetic acid ഉണ്ട്. അത് വിനാഗിരിയാ. സുർക്ക എന്നൊക്കെ പറയുന്ന വിനാഗിരി, വിനാഗർ. Vinegar is actually 5 to 8% acetic acid solution ആണ്. അച്ചാറിലൊക്കെ ഇടുന്നത്. Pure acetic acid നെ glacial acetic acid എന്ന് നമ്മൾ പറയാ. Glacial acetic acid. കാരണം pure acetic acid പെട്ടെന്ന് ഫ്രീസ് ആവും. 17 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഫ്രീസ് ആയി പോകും അത്. കോൾഡ് ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ. അതുകൊണ്ടാണ് glacial acetic acid. വിനാഗിരി കണ്ടിട്ടില്ലേ? നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരി നമ്മൾ കണ്ടിട്ടുണ്ട്. എഥനോയിക് ആസിഡിന്റെ റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ റിയാക്ഷൻ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനിൽ തന്നെ നിങ്ങൾ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷനും പഠിക്കും. സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ. റിയാക്ഷനെ ഞാൻ ഷോർട്ടാക്കി എഴുതാം. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് റിയാക്ഷൻ വിത്ത് ബേസ് ആണ്. ബേസിന്റെ കൂടെ എങ്ങനെ റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞ റിയാക്ഷൻ വിത്ത് സോഡിയം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. ഈ 4 റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. എഥനോളിന് 2 റിയാക്ഷൻസേ ഉള്ളൂ. Ethanoic acid we have 4 reactions. Panda active ആയല്ലോ. Ready? നമ്മൾ ഈ റിയാക്ഷൻസ് നമുക്ക് പെട്ടെന്ന് കാണാം. Let us see esterification reaction. ആദ്യം what is an ester? നമ്മുടെ പെർഫ്യൂംസിലൊക്കെ ഭയങ്കര സ്വീറ്റ് സ്മെല്ല് തരുന്ന അല്ലെങ്കിൽ പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ല് തരുന്ന ആളാണ് എസ്റ്റർ. നമ്മൾ ലാബിൽ എസ്റ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഭയങ്കര രസമാണ്. ഇറ്റ് ഈസ് ഈസി ടു ഐഡന്റിഫൈ. എസ്റ്റർ ഫോം ചെയ്തെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞോ? കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടി മിക്സ് ചെയ്താൽ എസ്റ്റർ കിട്ടും. എങ്ങനെ? ലെറ്റ് us take ethanoic acid. ആ റിയാക്ഷനാണ് നമ്മൾ എഴുതാം. എഥനോയിക് ആസിഡും എഥനോളും എടുക്കാം. എഥനോൾ CH3 CH2OH. ഇതിൽ നിന്നും വാട്ടർ എലിമിനേറ്റ് ആയി എന്ന് വിചാരിക്കും. സോ ദാറ്റ് യു ഗെറ്റ് CH3 CO OCH2 CH3. ദിസ് ഈസ് യുവർ എസ്റ്റർ. അപ്പൊ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. കാർബോക്സിലിക് ആസിഡ് വെൻ ട്രീറ്റഡ് വിത്ത് an alcohol produces a pleasant fruity smell compound which is known as ester. Ester ന്റെ പ്രാധാന്യം എന്താ? It is used in making perfumes. പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് നമുക്ക് എസ്റ്ററിനെ യൂസ് ചെയ്യാം. പെർഫ്യൂമിന്റെ പ്രിപ്പറേഷന് നമുക്ക് യൂസ് ചെയ്യാം. സോ യു ഹാവ് എൻ എസ്റ്റർ ഹിയർ. ഓക്കെ. ഈ എസ്റ്റർ നമുക്ക് കിട്ടി. COO ഗ്രൂപ്പാണ് എസ്റ്റർ. എന്തുകൊണ്ടാണ് COO ഗ്രൂപ്പ്? CO ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് എന്നും ഓക്സിജൻ ഗ്രൂപ്പ് ആൽക്കഹോൾ എന്നും വന്നു. ഈ എസ്റ്ററിനെ നമ്മൾ NaOHന്റെ കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കണേ. വളരെ എളുപ്പം. ഞാൻ ഇവിടെ എഴുതാം. എസ്റ്റർ CH3COO C2H5 NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യണം.
വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? NaOH അല്ലേ, ഓക്സിജന് കൂടെ Na കൊടുക്കുക, അപ്പുറത്ത് OH കൊടുക്കുക, സിമ്പിൾ. സോ യു ഗെറ്റ് CH3COONa പ്ലസ് C2H5OH. അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, എടാ CH3COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് അല്ലേ? എച്ചിന് പകരം സോഡിയം വന്നാൽ അത് സോൾട്ട് ആണ്. സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടായത്. സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് സോപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പില്ലേ, സോപ്പ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ട് അതിന്റെ സോൾട്ടിനെയാണ് സോപ്പ് എന്ന് പറയാം. അപ്പൊ സോപ്പ് നിർമ്മിക്കുന്നതായതുകൊണ്ട് ഇതിനെ സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞേ. ശ്രദ്ധിച്ചേടാ, എസ്റ്ററിഫിക്കേഷൻ എന്താ? ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടി ആസിഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റർ കിട്ടി. പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലാണ്. നമ്മുടെ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം, പെർഫ്യൂംസിന് ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. വളരെ സ്വീറ്റ് സ്മെല്ലാണ്. ഈ എസ്റ്ററിനെ നമ്മൾ NaOH ആൽക്കലിയുമായിട്ട് മിക്സ് ചെയ്തൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാ? ആൽക്കഹോളും കിട്ടും, അതുപോലെ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും കിട്ടും. കാർബോക്സിലിക് ആസിഡുകളുടെ സോൾട്ട് ആ സോപ്പ്. അപ്പൊ സോപ്പിന്റെ നിർമ്മാണത്തിന് നമുക്ക് ഇത് യൂസ് ചെയ്യാലോ. Therefore we call this as saponification reaction. അതിന്റെ പേര് നമുക്ക് നോക്കാം. CH3COOHന്റെ പേരെന്താ? എഥനോയിക് ആസിഡ്. അപ്പൊ ഇതിനെ എഥനോയേറ്റ്. എടാ നിങ്ങൾ നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആ. ശ്രദ്ധിച്ചു നോക്കിയേ, H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. ഞാൻ അതിന് H+ കളഞ്ഞു, അപ്പൊ SO4 2- അല്ലേ, അതിനെ സൾഫേറ്റ് എന്നല്ലേ വിളിക്കുക. നൈട്രിക് ആസിഡ് നൈട്രേറ്റ്, ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫേറ്റ്. സോ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. എന്താ, എന്റെ കയ്യിൽ CH3COOH ഉണ്ട്, ഇതിന്റെ പേര് അസറ്റിക് ആസിഡ് ആണ്. അതിൽ നിന്ന് H+ പോയി, അപ്പൊ ഞാൻ ഇതിനെന്താ വിളിക്കുക? അസറ്റേറ്റ്. അത്രയേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾ എഥനോയിക് ആസിഡ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതിനെ 8 ചേർത്താൽ മതി, എഥനോയേറ്റ്. എഥനോയേറ്റ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, 8 വരുന്നത് എപ്പോഴാ? ആസിഡിന് H+ പോകുമ്പോഴാ. സൾഫ്യൂരിക് ആസിഡിന് H+ പോയപ്പോൾ സൾഫേറ്റ് കിട്ടിയില്ലേ? അതേപോലെ എഥനോയിക് ആസിഡിന് H+ പോയപ്പോൾ എഥനോയേറ്റ് കിട്ടി, അല്ലെങ്കിൽ അസറ്റിക് ആസിഡിന് H+ പോയപ്പോൾ അസറ്റേറ്റ് കിട്ടി. അപ്പൊ ഇതിന്റെ പേരെന്താ എഴുതുക? സോഡിയം അസറ്റേറ്റ് എന്ന് എഴുതാം. സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം എഥനോയേറ്റ് എന്ത് പേരൂടാം, അതാ അതിന്റെ പേര് വരിക. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ആ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ നമ്മുടെ എസ്റ്ററിനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ടുമാണ്. ഇത് സോപ്പിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നിക് ആയതുകൊണ്ട് സാപ്പോണിഫിക്കേഷൻ എന്ന് നമ്മൾ ഇതിനെ പറയും. സോ എസ്റ്ററിഫിക്കേഷനും കണ്ടു, സാപ്പോണിഫിക്കേഷനും കണ്ടു. അടുത്തത് ഏതാ? റിയാക്ഷൻ വിത്ത് എ ബേസ്. അതാണ് നമ്മൾ ഇനി പറയാനുള്ളത്. എന്റെ കയ്യിലിരിക്കുന്നത് ആസിഡ് അല്ലേ, CH3COOH. ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്ത സോൾട്ട് പ്ലസ് വാട്ടർ അല്ലേ ഉണ്ടാവുക, സംശയമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് എ ബേസ് ആൻഡ് ദിസ് ഈസ് എൻ ആസിഡ്. യു ഗെറ്റ് സോൾട്ട് പ്ലസ് വാട്ടർ. വാട്ടർ ഉണ്ടാകാൻ എന്ത് ചെയ്താൽ മതി? OH- H+ കൂടി റിയാക്ട് ചെയ്താൽ പോരെ. അപ്പൊ ബാക്കി വരുന്നത് CH3COONa ആണ്. അതും സോഡിയം എഥനോയേറ്റ് എന്നല്ലേ പേര് പറയാ, എഥനോയിക് ആസിഡ് എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ് എന്ന് പേരിടാം. അപ്പൊ എഥനോയിക് ആസിഡ് ആസിഡ് ആയതുകൊണ്ട് ഒരു ബേസിന്റെ കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? സോഡിയം salt ആണ്, which is sodium acetate or sodium ethanoate. ബേസിന്റെ കൂടെ ആസിഡിന് H+ പോയി, ബേസിന് OH- പോയി, അത്രയേ ഉള്ളൂ. എക്സാക്ട്ലി, അതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. എക്സാക്ട്ലി. അപ്പൊ ആസിഡും ബേസും കൂടി സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടി. സോൾട്ടിന്റെ പേര് പഠിക്കണം. ഇതേപോലെയാണ് കാർബണേറ്റും ബൈകാർബണേറ്റിന്റെ കൂടെയും റിയാക്ട് ചെയ്യുമ്പോൾ. നോക്കണേ, CH3COOH പ്ലസ് Na2CO3. എടാ ഇവിടെ നേരത്തെ പോലെ സോഡിയം വന്നില്ലേ, H പോയി. നേരത്തെ സംഭവിച്ചതന്നെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. H+ പോയിട്ട് അവിടെ സോഡിയം വന്നു. അപ്പൊ ഹൈഡ്രജൻ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാ മാറുക. ഈസി.
അസറ്റിക് ആസിഡ് CH3COHന്റെ കൂടെ NaHCO3 പോയാലും H+ന് പകരം സോഡിയം വന്നു. സോ യു ഗെറ്റ് CH3CONa. ബാക്കി കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാ മാറുക, ബാക്കി വെള്ളമായിട്ട് മാറും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ആസിഡ് കാർബണേറ്റുകളുടെ കൂടെയോ സോഡിയം കാർബണേറ്റോ സോഡിയം ബൈകാർബണേറ്റിന്റെ കൂടെയോ റിയാക്ട് ചെയ്താൽ അപ്പോഴും സോഡിയം സോൾട്ട് കിട്ടും, സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം എഥനോയേറ്റ് കിട്ടും. ഇതാണ് റിയാക്ഷനിൽ സംഭവിക്കുക. ഈസ് ദാറ്റ് ക്ലിയർ? സോഡിയത്തിന്റെ കൂടെ ആര് വന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, H+ പോയി അവിടെ സോഡിയം വന്നു എന്ന്, അത്രേ ഉള്ളൂ. ടെൽ മീ ദിസ്. എഥനോൾ റിയാക്ട്സ് വിത്ത് സോഡിയം ആൻഡ് ഫോംസ് 2 products. എഥനോള് സോഡിയത്തിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. എഥനോള് CH3CH2OH ആണ്. സോഡിയത്തിന്റെ കൂടെ റിയാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു സോഡിയത്തിന്റെ കൂടെ ആര് വന്നാലും എന്താ സംഭവിക്കുക, H+ പോവും. ഹൈഡ്രജൻ ഇവിടെ പോയ H2 ആയിട്ടാ മാറുക. ബാക്കി എന്താ, CH3CH2ONa. ഇതിന്റെ പേര് എഥനോയിറ്റ് എന്നാണോ? എഥനോയിക് ആസിഡ് ഉണ്ടായതാണോ? അല്ലല്ലോ. എഥനോയിറ്റ് എന്നുള്ള പേര് ശരിയല്ല. ഇതിന്റെ പേര് ഈഥോക്സൈഡ് ആണ്. സോഡിയം ഈഥോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അല്ലേ വരുക. എഥനോൾ ആയോണ്ടാ, എഥനോൾ ആയതുകൊണ്ടാ. അപ്പൊ എഥനോയിറ്റ് എന്നല്ലടാ, എഥനോയിക് ആസിഡ് എന്ന് കിട്ടിയതല്ല, ഇത് ആൽക്കഹോൾ എന്ന് കിട്ടിയതാ. അതുകൊണ്ടാണ് മിസ്റ്റീരിയസിന്റെ സംഭവം. മനസ്സിലായോ? സി അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് വരുക. പെട്ടെന്ന് നമ്മൾ ഏത് തെറ്റിദ്ധരിക്കും. ഓക്കെ, സോഡിയം എഥനോയിറ്റ് എന്ന് പറഞ്ഞാൽ എഥനോയിക് ആസിഡ് എന്ന് ഉണ്ടാവുന്നതല്ലേ. റെഡി. ഒന്നാമത്തത് ഏതാണ് റിയാക്ഷൻ? ശ്രദ്ധിച്ചേ. CH3C ഡബിൾ ബോണ്ട് CH3ലേക്ക് ഹൈഡ്രജന് നിക്കലിന്റെ പ്രസൻസ് കൊടുത്തു, ഡബിൾ ബോണ്ട് മാറി. ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? ദാറ്റ് ഈസ് അഡീഷൻ റിയാക്ഷൻ. ഡബിൾ ബോണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിംഗിൾ ബോണ്ട്. സെക്കൻഡ്, CH3COOH ഒരു കാർബോക്സിലിക് ആസിഡ് CH3CH2OH ആൽക്കഹോളിന്റെ കൂടെ, ആസിഡ് ആൽക്കഹോളിന്റെ കൂടെ ചേർന്ന് എസ്റ്റർ ഉണ്ടായി. ഈ റിയാക്ഷന്റെ പേരെന്താ? എസ്റ്റർ ഉണ്ടായാൽ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ അല്ലെ. പേരിൽ നിന്ന് കിട്ടൂലേ, എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്, എസ്റ്ററിഫിക്കേഷൻ. നെക്സ്റ്റ് നോക്കിയേ, ആൽക്കഹോള് ആസിഡ് ആയിട്ട് മാറി. ആൽക്കലൈൻ KMnO4 യൂസ് ചെയ്തപ്പോ ആൽക്കഹോളിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ എന്താ പറയാ? ദിസ് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതേപോലെ കോളം എയും ബിയും തന്ന് മാച്ച് ചെയ്യാൻ ചോദിക്കും. ഒന്നാമത്തതിന്റെ ആൻസർ എന്താ? ആൽക്കഹോളും ആസിഡും കൂടി ചേർന്ന് എസ്റ്റർ തന്നാൽ അത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഒന്നാമത്തത് 4 മാച്ച് ആയിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിയേ, ഡബിൾ ബോണ്ടിലേക്ക് ഹൈഡ്രജനെ കൊടുത്ത് സിംഗിൾ ബോണ്ടായി, അത് അഡീഷൻ റിയാക്ഷൻ അല്ലേ. അപ്പൊ ബി എന്ന് പറയുന്നത് 1 മാച്ച് ആയിട്ടുണ്ട്. അടുത്തത് CH4Clലേക്ക് വന്ന് ഒരു ഹൈഡ്രജന് പകരം ഒരു ക്ലോറിൻ വന്നാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പൊ സിക്ക് പകരം 2 വന്നു. അങ്ങനെയാണെങ്കിൽ ഡി എന്താ? ആസിഡും ബേസും കൂടി ചേർന്ന് ന്യൂട്രൽ ആവുന്നയാളാണ്. സോ ദാറ്റ് ഈസ് 3. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഇതാണ് കാർബണേറ്റഡ് കോമ്പൗണ്ട്സിൽ നമുക്ക് വരിക. അപ്പൊ നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നോമൻക്ലേച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഹോമോലോഗസ് സീരീസിന്റെ ഡെഫിനിഷൻ ചോദിക്കും, അതിന്റെ പ്രത്യേകതകൾ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോമോലോഗസ് സീരീസ് ചോദിക്കും, നെയിമിംഗ് ചോദിക്കും, സ്ട്രക്ചർ വരക്കാൻ ചോദിക്കും, ആൻഡ് ദി ടൈപ്സ് ഓഫ് റിയാക്ഷൻസും ചോദിക്കും. റെഡി? ക്ലിയർ ആണ്? യെസ്. ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പോൾ സോപ്പും ഡിറ്റർജൻസും ഉണ്ട്. സോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോപ്പ് എന്താ? കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ട് ആണ് അല്ലേ. സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് സോപ്പ്. സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുക? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ സോപ്പ് എങ്ങനെയാണ് അഴുക്കിനെ കളയുന്നതെന്ന് നോക്കാം. സോ ലെറ്റ് us see how the dirt in our shirt is removed by soap or detergent. സോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാ. സോപ്പിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് അറിഞ്ഞോ? ദേ ഇങ്ങനെ. ഹെഡിന് നെഗറ്റീവ് ചാർജ് ആണ്, ടെയിലിന് ചാർജ് ഒന്നുമില്ല. അപ്പൊ സോപ്പ് എന്ന് പറയുന്ന മോളിക്യൂളിനെ നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു. ഹെഡ് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് വാട്ടർ ലവിങ് ആണ്. ലവിനെ ഫിലിക് എന്നാണ് കെമിസ്ട്രിയിൽ പറയാം. വെള്ളത്തിനോട് ഇഷ്ടമുള്ളതിനെ
ഹൈഡ്രോഫിലിക് എന്ന് പറയും. വെള്ളത്തിനോട് ഇഷ്ടമല്ലാത്തത് ഫോബിയ. ഫോബിയ എന്നുള്ള വാക്ക് ഹാവ് യു ഹേർഡ് ഓഫ് ദി വേർഡ് ഫോബിയ? ഹൈഡ്രോഫോബിക്, വെള്ളത്തിന് ഇഷ്ടമല്ലാത്തത്. എന്തുകൊണ്ട് ഇതിന് വെള്ളത്തിന് ഇഷ്ടമായത്? ബിക്കോസ് ദർ ഇസ് നെഗറ്റീവ് ചാർജ്. ചാർജ് ഉള്ളത് കൊണ്ടാണ് വാട്ടറിനോട് അട്രാക്ഷൻ വന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ലെറ്റ് us കൺസിഡർ ഡേർട്ട്. ഡേർട്ട് എന്ന് പറഞ്ഞാൽ ഓയിലി അപ്പിയറൻസ് ഉള്ളവരാണ്. ഓയിലിന്റെ പ്രത്യേകത അറിയാലോ, അതിങ്ങനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ദേ വിൽ അപ്പിയർ അറ്റ് ദി ടോപ്പ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡേർട്ടിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഞാൻ സോപ്പ് കൊടുത്തു. നൗ വാട്ട് ഹാപ്പൻസ്? സി, സോപ്പ് മോളിക്യൂൾസ് വന്ന് നിൽക്കും. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോപ്പ് വന്ന് നിൽക്കുമ്പോഴുള്ളത് ശ്രദ്ധിക്കണം. ലെറ്റ് us say this is your dirt. ഇങ്ങനെ നമുക്ക് വരക്കാം. ഞാൻ കുറച്ചുകൂടി വലുതാക്കി വരക്കാം. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദിസ് ഈസ് യുവർ ഡേർട്ട്. ഇതാണ് നമ്മുടെ ഡേർട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് അവർ ഡേർട്ട്. ഇതിലേക്ക് ഡേർട്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിനോട് നിൽക്കുന്നവരല്ല, സോപ്പിന്റെ ടെയില് വന്ന് ഡേർട്ടിൽ നിൽക്കും. കാരണം ടെയില് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക്കിന്റെ എൻഡിൽ ചാർജ് ഇല്ലടാ. ടെയില് ഹൈഡ്രോഫോബിക്ക, വെള്ളത്തിനോട് ഇഷ്ടമില്ല, ഓയിലിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് ഹൈഡ്രോഫോബിക്ക. നേരെ മറിച്ച് ഹെഡ് ഹൈഡ്രോഫിലിക് ആണ്. അപ്പൊ ഇത് എന്താ സംഭവിക്കുക? ഷർട്ട് ഉണ്ട്, ഇതാണ് ഷർട്ട്. അതിന്റെ മേലെയുള്ള അഴുക്ക് ഡേർട്ടിന്റെ മേലെ ഇതുപോലെ നിന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു വാട്ടർ. ഹെഡ് വെള്ളത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ലോണം സോപ്പ് തേക്കണേ. സോപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഷർട്ടിലുള്ള അഴുക്ക് മാറൊന്നുമില്ല. നല്ല എമൗണ്ടിൽ സോപ്പ് വെച്ചാൽ മാത്രമേ, ഡിറ്റർജൻസ് വെച്ചാൽ മാത്രമേ നമുക്ക് അഴുക്ക് കളയാൻ പറ്റുള്ളൂ. മിനിമം കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട്. Now what happens? അപ്പൊ ഇതെല്ലാം കൂടി ലിങ്ക് ആയി. What is the connection? Water is connected to the head part of soap and now soap is connected. സോപ്പിന്റെ ഹെഡ് പാർട്ടിൽ ടെയിൽ ഉണ്ട്. ടെയിൽ ഈസ് കണക്റ്റഡ് ടു ദ ഓയിൽ. നിങ്ങൾ ഇങ്ങനെ വെള്ളം നന്നായിട്ട് തുടച്ച് വെച്ച് വെള്ളം കളയാണെന്ന് വിചാരിച്ചോ? യു ആർ ജസ്റ്റ് റിമൂവിങ് ഇറ്റ്. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ വെള്ളം പോവില്ലേ? വെള്ളം പിഴിഞ്ഞു പോകുമ്പോൾ വെള്ളം പോവും. എടാ, വെള്ളം പോകുമ്പോൾ ഹെഡിനെ വലിക്കൂലേ വാട്ടർ? ബിക്കോസ് ഹെഡ് ആൻഡ് വാട്ടർ ആർ അട്രാക്റ്റഡ്. ഹെഡിനെ വലിച്ചു കഴിഞ്ഞാൽ ടെയിൽ അതിന്റെ കൂടെ വരൂലേ? എന്റെ തല വലിച്ചാൽ ടെയിൽ വരൂലേ? ടെയിൽ വരുമ്പോൾ ഡേർട്ട് വരൂലേ? ഇങ്ങനെ ഡേർട്ടിനെ വലിച്ചു കളയുന്ന മെക്കാനിസം ആണ് ഇവിടെ സംഭവിച്ചത്. വാട്ട് ഈസ് ഹെൽപ്പിംഗ് ദ റിമൂവൽ ഓഫ് ഡേർട്ട്? ദി ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് പാർട്ട് ഓഫ് സോപ്പ് is responsible for the cleansing action of soap. അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതാ. ഓക്കെ, അയോണിക് എൻഡ് അതാ നമ്മൾ പറഞ്ഞേ. ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെ, ഈ സോപ്പിനെ നമ്മൾ സോപ്പ് മിസൽ എന്ന് വിളിക്കും. സോപ്പ് മിസൽ. ഇതിനെ നമ്മൾ സോപ്പ് മിസൽ എന്നുകൂടി വിളിക്കും. ഞാൻ പറഞ്ഞ ക്ലെൻസിങ് ആക്ഷൻ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോവേണ്ടതില്ല. എനിവേ, സോപ്പിന് ഈ നേച്ചർ ആണ് ക്ലെൻസിങ് ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഈ ചാപ്റ്ററിൽ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ എവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്ന ചോദിച്ചാൽ കാർബണിൽ നിന്നും ടെട്രാ വാലൻസി കാറ്റിനേഷൻ എഴുതാൻ ചോദ്യം വരും. വൈ കാർബൺ ഫോംസ് വേഴ്സറ്റൈൽ, വൈ കാർബൺ ഈസ് വേഴ്സറ്റൈൽ ഇൻ നേച്ചർ ക്വസ്റ്റ്യൻ വരും. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഹോമോലോഗസ് സീരീസ്, അതിന്റെ ഡെഫിനിഷൻ, നോമൻക്ലേച്ചർ, നെയിം എഴുതുക, സ്ട്രക്ചർ വരക്കുക ആൻഡ് ദി റിയാക്ഷൻസ്. Is that clear? Ready. So that is about the entire carbon and its compounds chapter. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? Any doubts? ഇല്ല. Thank you, Roshan. Okay, so thank you everyone. Thank you all. We wind up the session here. Wish you all the best for your chapter. Thank you.